ആം ആദ്മിയുടെ കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറയുകയാണ്, 2025 ജനുവരി അവസാനം നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയെ അധികാരത്തിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഇനി മുഖ്യമന്ത്രി കസേരയിലേക്ക് കൃത്യമായും ജനങ്ങളുടെ ആശീർവാദത്തോടു കൂടി ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് വിവിധ പ്രതികരണങ്ങൾ വിവിധ പാർട്ടികൾ നടത്തുന്നുണ്ട്. BJP കൃത്യമായി പറയുന്നത് ഒരിക്കലും അത് സംഭവിക്കില്ല, ധാർഷ്ട്രീയമാണ്, ഇത്തരത്തിൽ ഉള്ള രീതിയാണ്. മാത്രമല്ല, വളരെ മാസങ്ങൾക്ക് മുമ്പേ തന്നെ രാജിവെക്കേണ്ടിയിരുന്നതാണ് എന്ന രീതിയിലാണ് BJP ഈ കാര്യങ്ങൾ പറയുന്നത്. വാസ്തവത്തിൽ കെജ്രിവാൾ മാതൃകാപരമായ നീക്കം കാണിക്കേണ്ടത് അത്യന്തം അഭിലഷണീയമായിരുന്നു ഈ കാലഘട്ടത്തിലൊക്കെയും. അതായത് ജയിൽവാസം അനുഭവിക്കുന്ന സമയത്ത് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം മറ്റൊരാൾക്ക് ഏൽപ്പിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉടലെടുക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമുണ്ട്. നമുക്കറിയാം, ഹേമന്ത് സോറൻ ജയിലിലേക്ക് പോയപ്പോൾ, അതായത് ED കസ്റ്റഡിയിലാവുകയും പിന്നീട് റിമാൻഡിലാവുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ചമ്പൈ സോറനെയാണ് ഏൽപ്പിച്ചത്. എന്നാൽ BJP വളരെ ബുദ്ധിപൂർവ്വം ചമ്പൈ സോറനെയും മകനെയും ഹൈജാക്ക് ചെയ്ത് കൊണ്ടുവന്ന് BJPയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നത്. നിർണായകമായ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. കെജ്രിവാൾ ഇനി അധികാരത്തിലേക്ക് തിരികെ വരുമോ എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം അസ്ഥിരത തന്നെയാണ്, ഭരണ അസ്ഥിരത. ആ ഭരണ അസ്ഥിരതയെ അതിജീവിക്കാനുള്ള കെൽപ്പ് നിലവിലെ സാഹചര്യത്തിൽ ആം ആദ്മിക്കില്ല എന്നുള്ളത് സത്യമാണ്. വാസ്തവത്തിൽ കെജ്രിവാൾ ശക്തമായി തന്നെ നിന്നാലും കെജ്രിവാളിൻ്റെ സംഘടനാ മികവ് ഇനി എത്രത്തോളം പഴയതുപോലെ ആക്റ്റീവ് ആകും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട്. കോൺഗ്രസ് കൃത്യമായും പറയുന്ന ഒരു ആശയമുണ്ട്. ഷീല ദീക്ഷിത് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഷീല ദീക്ഷിത്തിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് കെജ്രിവാൾ അധികാരത്തിലേക്ക് വന്നത്. അതേ കെജ്രിവാൾ ഇപ്പോൾ അഴിമതി ആരോപണം നേരിട്ടാണ് ജയിൽവാസം അനുഷ്ഠിക്കുന്നത്. ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ ധാർമ്മികതയുടെ പേരിൽ മാത്രമാണ് കോൺഗ്രസ് കെജ്രിവാളിനെ പിന്തുണച്ചതും സംഘപരിവാർ ശക്തികളെ എതിർത്തതും. അതല്ലാതെ കെജ്രിവാൾ ചെയ്ത കാര്യങ്ങൾ ശരിയാണ് എന്നൊരിക്കലും കോൺഗ്രസ് പറയേണ്ട കാര്യമില്ല, കോൺഗ്രസ് പറഞ്ഞിട്ടുമില്ല. കെജ്രിവാളിൻ്റെ പ്രവർത്തനങ്ങൾ അത് അഴിമതി രഹിതമാണെങ്കിൽ കെജ്രിവാൾ ശിക്ഷിക്കപ്പെടരുത്. അതല്ലാതെ കെജ്രിവാളിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അസാൻമാർഗീയ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷയ്ക്ക് ബാധകമായി തന്നെ തീരേണ്ട വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്ന കർശന നിലപാട്. ഏതായാലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.